എന്തായാലും ഇവർ തന്നെ പറഞ്ഞു, അവർ നടത്തിയ സമരപ്പന്തലിലേക്ക് നേരിട്ട് വന്നെത്തി അവരോടൊപ്പമാണ് എന്ന് ഐക്യദാർഢ്യം അറിയിച്ചു. പക്ഷെ ബഹുമാനിയായ കോൺഗ്രസിന്റെ നേതാവിന് അക്കാര്യത്തിൽ കാര്യമായ ഒരു തെറ്റിദ്ധാരണ സംഭവിച്ചിട്ടുണ്ട്. 1 രൂപ കൊടുത്തിട്ടില്ലെന്നാണ് അവർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. സമാശ്വാസ തുകയായിട്ടുള്ള 2 ലക്ഷം രൂപ ഇതിനോടകം കേരളത്തിലെ സർക്കാർ കൊടുത്തിട്ടുണ്ട്. എവിടെയാണ് ആ സർക്കാർ തന്നത്? പറഞ്ഞേ. 2 ലക്ഷം പ്രഖ്യാപനം മാത്രമേ നടന്നുള്ളൂ. ആ 2 ലക്ഷം നമുക്ക് പിന്നെ പരിഹാരമല്ലാത്തത് കൊണ്ട് അതവര് വാങ്ങിയിട്ടില്ല. നിങ്ങളെ വൈഫിനാണ് ഇത് സംഭവിച്ചെങ്കിൽ ആ 2 ലക്ഷം വാങ്ങിയിട്ട് നിങ്ങൾ സോൾവ് ആക്കി വിടും. 2021 മുതൽ 2025 വരെ 4 കൊല്ലത്തിനിടയിൽ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ 43 ചികിത്സാ പിഴവുണ്ടായി എന്നാണ് ഔദ്യോഗികമായ കണക്ക്. ഈ സംവാദത്തിൽ പങ്കെടുക്കുന്ന ഇവരാണ് ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ജെയ്ക് സി തോമസ്. ദൈവമേ, ഇതെവിടെ എത്തിയ എന്റെ ആറ്റുകാൽ ഭാസ്കര, അങ്ങനെ ഒരു ദൈവം ഇല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും. ബിജെപി സംസ്ഥാന സെക്രട്ടറി പി ശ്യാംരാജ്. ഇത് എന്നായിരുന്നു ഈ സംഭവം നടന്നത്? 2025 ജൂൺ 19 തീയതിയായിരുന്നു പ്രസവത്തിനായിട്ട് നെടുമങ്ങാട് അഡ്മിറ്റ് ആവുന്നത്. 19 തന്നെയാണ് പ്രസവം നടന്നത്. പ്രസവം നടന്നിട്ട് അവർ ഈ പ്രസവത്തിന് വേണ്ടി ഇടുന്ന സാധാ നോർമൽ ഡെലിവറി ആയിരുന്നു. പ്രസവത്തിന് വേണ്ടി കുഞ്ഞിറങ്ങി വരാൻ വേണ്ടി ഇട്ട ഈ മുറിവ് താഴ്ചയിലായി പോവുകയും ഇത് മലദ്വാരത്തിലുള്ള നരമ്പ് കട്ടാവുകയാണ് ചെയ്തത്. ഒരു മാറ്റവും മെഡിക്കലിൽ ചെന്ന് പ്ലാസ്റ്റിക് സർജറി നടത്തിയിട്ട് വീണ്ടും ഈ വിഷയം ആയപ്പം വീണ്ടും പ്ലാസ്റ്റിക് നടത്തി 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ മലവും വെച്ച ഈ പ്ലാസ്റ്റിക് സർജറി നടത്തി ചെയ്ത ചതയും എല്ലാം കൂടെ ആയിട്ട് തിരിച്ചു പോയി. ഈ കാര്യം ഡോക്ടറിനടുത്ത് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ശകലം കുടൽ മാത്രം എടുത്ത് വെളിയിൽ വെച്ചോളായിരുന്നു, ഇനി മുഴുവനായിട്ടും കുടൽ വെളിയിൽ വെക്കണം, എന്നാൽ മാത്രം എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും എന്നെ കൊളോസ്റ്റമി 2ാമത് ചെയ്തു. അപ്പോൾ 3 ശസ്ത്രക്രിയ മാത്രം മെഡിക്കലിൽ ചെയ്തു. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഒരു കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഏക അഭിപ്രായമുണ്ട്. കേരളത്തിന്റെ ആരോഗ്യ മേഖല ലോകോത്തരമാണ്. അത് ഇന്ത്യയോട് സമീകരിക്കപ്പെടേണ്ടതല്ല, അത് യൂറോപ്പിനോട് സമീകരിക്കപ്പെടേണ്ടതാണെന്ന് ഇന്നത്തെ ദിവസം പറഞ്ഞ നദാലിയ. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഒരു വർഷം ശരാശരി കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ അതോടൊപ്പം ജില്ലാ ആശുപത്രിയിൽ നടക്കുന്ന സർജറി എന്ന് പറയുന്നത് 2.45 2,45,000 മുകളിലാണ്. 2,45,000 സർജറിക്കകത്ത് അങ്ങ് സൂചിപ്പിച്ചതുപോലെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ 43 പരാതികൾ വന്നിട്ടുണ്ട്. ഈ 43 പരാതികളുടെ പേരിൽ ബാക്കി 2,44,000 സർജറികളും വിജയകരമാക്കി പൂർത്തീകരിച്ച കേരളത്തിൽ പർവ്വത സദൃശ്യമായ ജോലിയെടുത്ത നമ്മുടെ പൊതുജനാരോഗ്യ പ്രവർത്തകർ, ഡോക്ടർമാർ, അവരൊക്കെ അഹോരാത്രം ജോലി ചെയ്ത് സൃഷ്ടിച്ചെടുത്തിട്ടുള്ള ഈ പൊതുജനാരോഗ്യ മേഖല ആകെ മോശമെന്ന നരേഷൻ ഇപ്പൊ ഉണ്ടാക്കുന്നതിന് പിന്നിലൊരു ലക്ഷ്യമുണ്ട്. ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. പക്ഷേ ഈ 4 കേസിന്റെ മറവിൽ കേരളത്തിലെ 2,45,000 വരുന്ന സർജറികൾ, അതിന്റെ വിജയകരമായ പ്രതീകമായ പൊതുജനാരോഗ്യ മേഖല അത് മോശമാണെന്ന് വരുത്തി തീർക്കുന്നതിന് പിന്നിൽ ദുഷ്ടലാക്കുണ്ട്. അത് മലയാളികൾ തിരിച്ചറിയണമെന്നുള്ളതാണ് അഭിപ്രായം. എത്ര കൊല്ലം ഈ കത്രികയായിട്ട് നടന്നു? 5 വർഷം. ഏത് ഓപ്പറേഷൻ പോയപ്പോഴാണ് കത്രി കുടുങ്ങിയത്? 3 സിസേറിയനാണ് നടന്നിട്ടുള്ളത്. 3ാമത്തെ സിസേറിയനിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയ ആ ഒരു സർജറിയിലാണ് നടന്നിട്ടുള്ളത് ഉറപ്പാണ്, അതിലൊരു സംശയം. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. പറ്റിയ മോളുടെ കാര്യത്തില് മോള് വീണിട്ടുണ്ടായിരുന്നു. കൈ വഴുതി വീണതാണ്. കാൽ വഴുതി വീണു, കൈ പൊട്ടിയിട്ടുണ്ടായിരുന്നു. എക്സ്റേ എടുക്കണം പറഞ്ഞു. എക്സ്റേ എടുത്തപ്പോൾ എല്ല് പൊട്ടിയിട്ടുണ്ട്, 2 തുണ്ടായിട്ടുണ്ട് പറഞ്ഞു. കരഞ്ഞു ഉറക്കമില്ലാണ്ടായപ്പോൾ ഞാൻ കൈയും കാലൊക്കെ ഒഴിഞ്ഞു കൊടുത്തിട്ടാണ് അവൾ ഉറങ്ങിയത്. എന്നിട്ട് പിറ്റേ ദിവസം വന്ന് ഞങ്ങൾ കാണിച്ചപ്പോൾ സാറേ കൈ അനക്കണില്ല, കൈ നല്ല വേദനയുണ്ട്, രാത്രിയൊന്നും ഉറക്കമില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു അത് കുഴപ്പമില്ല, എല്ല് പൊട്ടിയതല്ലേ, അതൊക്കെ ഉണ്ടാവും പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിലേക്ക് അയച്ച് 5 ദിവസത്തെ മരുന്ന് തന്നു. 5 ദിവസത്തെ മരുന്ന് തന്ന് അയച്ചു വിട്ട് ഒരു 30-ാം തീയതി ആവുമ്പോഴാണ് ഈ സംഭവം. ഇവൾക്ക് അന്ന് രാവിലെ എണിക്കാനടക്കം പറ്റുന്നില്ല. എണിക്കാൻ പറ്റാണ്ട് ഞങ്ങൾ ബൈക്കിലാണ് കൊണ്ടുപോയത്. ബൈക്കിൽ കൊണ്ടുപോയി എൻ്റെ നെഞ്ചത്ത് കടത്തിയിട്ട് സാറെ കൊണ്ടുപോയത്. ഞങ്ങൾ കൊണ്ടുപോയി ആശുപത്രി കൊണ്ടുപോയി. അവിടെ പോയി ഇത് അഴിച്ചു നോക്കുമ്പോൾ കൈ അങ്ങനെ കറുപ്പ് കളറായി. ബ്ലഡ് ഓട്ടം ഇല്ലായിരുന്നു, ബ്ലഡ് ഓട്ടം നിന്നു എന്നൊക്കെ പറഞ്ഞു. ശരി പറഞ്ഞു. ഞങ്ങൾ അവരെല്ലാം മിടുപ്പൊക്കെ നോക്കണ്ടായിരുന്നു. കൈയിൻ്റെ മിടുപ്പൊക്കെ നോക്കിയപ്പോൾ പറഞ്ഞു ഇത് കുഴപ്പമില്ല, ബ്ലഡിൻ്റെ നരമ്പ് എടുത്ത് വിട്ടാൽ ശരിയാവുമെന്ന് ഞങ്ങളോട് പറഞ്ഞു പാലക്കാട്ടിൽ നിന്ന്. ശരി പറഞ്ഞ് ഞങ്ങൾ പാലക്കാട്ടിൽ നിന്ന് എല്ലാം നോക്കിയപ്പോൾ പറഞ്ഞു ശരി ഇവിടെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇല്ല, നിങ്ങൾ തൃശ്ശൂർ ജൂബിലി പോകാൻ പറഞ്ഞു ഞങ്ങളോട്. ജൂബിലി പോകുമ്പോൾ എത്ര രൂപയാവും ചോദിച്ചപ്പോൾ അവരോട് 2-3 ലക്ഷം രൂപയാവും പറഞ്ഞു. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ കയ്യിൽ അത്രയൊന്നും പൈസ ഇല്ല, ഞങ്ങൾ വാടക വീട്ടിലായിരിക്കുന്ന അന്നൊന്ന് കൊണ്ടുവന്ന് കഴിയുന്നവരാണെന്ന് ഞങ്ങൾ പറഞ്ഞു. അവിടെ ഇല്ല, പിന്നെ ഉള്ളത് കോഴിക്കോടാണ് പറഞ്ഞു.
അപ്പോൾ ഞങ്ങൾ കൊന്ന പിന്നെ കോഴിക്കോട് ട്രാൻസ്ഫർ ചെയ്ത് തരുമോ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അത് സമയമാവില്ല പറഞ്ഞു. ഞങ്ങൾക്ക് പൈസ ഇല്ലാത്തത് കൊണ്ടാണ് പറഞ്ഞത്. പിന്നെ അവർ ഞങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് തന്ന് കോഴിക്കോട്ടേക്ക് അയച്ചു. കോഴിക്കോട് അന്ന് 30-ാം തീയതി 11 മണിക്ക് ഇവിടെ നിന്ന് പോയിട്ട് അവിടെ പോയി എത്തുമ്പോൾ 2:15 ICU കയറ്റി 2 മണി അങ്ങനെ ആകുമ്പോഴേക്കും കൈയും കട്ട് ചെയ്യണം പറഞ്ഞിട്ട് പറഞ്ഞു. അവർ പറഞ്ഞു നമുക്ക് ശ്രമിച്ചു നോക്കാന്നൊക്കെ പറഞ്ഞ് അവർ കമ്പിയെല്ലാം മേടിച്ച് വെച്ച് എല്ലാം നോക്കി. പക്ഷെ പറ്റില്ല, കൈ അത്രയും അഴുകിപ്പോയി. കാരണം കൈ നമ്മൾ എടുത്താൽ അത്ര അഴുകി വരും. കാരണം ഇവിടുന്ന് പാലക്കാട്ടിൽ നിന്ന് മെഡിക്കൽ കോളേജ് വരെയും ഇവള് കിടന്നിട്ട് തന്നെയുണ്ട്. ബാത്റൂമിൽ പോകാനടക്കം എണിക്കാൻ പറ്റില്ല. അത്രയും ക്രിട്ടിക്കലായിട്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പോയത്. ഇതിങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. റോസപ്പ് പോലുള്ള കവിള എനിക്ക് കൊതിയായിട്ട് പാടില്ല. ഞാൻ എന്ന് 2 പൊട്ടിച്ചിട്ട് ഓടിയിട്ട് വരാം. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് പോയി അവർ കട്ട് ചെയ്തു. കട്ട് ചെയ്യേണ്ട സാറേ, കട്ട് ചെയ്യേണ്ട, അതെന്തിനും കട്ട് ചെയ്യുന്ന പറഞ്ഞ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് പഴുപ്പ് കയറിയ കുട്ടീൻ്റെ ജീവനടക്കം പോകും പറഞ്ഞ് പിന്നെ കട്ട് ചെയ്തു അവർ. പിന്നെ പിറ്റേ ദിവസം വിളിക്കുമ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു. കരച്ചില്ല, അമ്മ എൻ്റെ കൈയോടെ ചോദിച്ചു. ഞാൻ അപ്പം മടക്കി വെച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനിപ്പിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ കണ്ടില്ല, എൻ്റെ കുട്ടീൻ്റെ കൈ മുറിച്ചത് കണ്ടില്ല. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് കാണാനുള്ള ഇതില്ലായിരുന്നില്ല. അപ്പം ട്രിപ്പ് ഇട്ടിട്ട് ഗ്ലൂക്കോസ് വെച്ചിട്ടുണ്ടായില്ലേ, സൂചി പതുക്കാൻ ഇറങ്ങി വന്നു. ഗ്ലൂക്കോസ് വെച്ചിട്ടുണ്ടായില്ലേ, ട്രിപ്പ് മറ്റേ സൂചി മാത്രം ഇട്ടുണ്ടായുള്ളൂ ഞരമ്പ്. എന്നിട്ട് ഇത് ഊരി പോന്നു. ഇപ്പൊ സിസ്റ്ററുടെ അടുത്ത് പറഞ്ഞു സൂചി ഊരി പോണ്ട് ഊരി തരാൻ പറഞ്ഞു, വാൻ എടുക്കണെന്ന് പറഞ്ഞു. ഊരി തന്നില്ലേ. 3-4 വട്ടം അച്ഛൻ പോയി പറഞ്ഞു, എന്നിട്ട് ഊരി തന്നില്ലേ. പിന്നെ അത് നിലത്ത് കിടക്കണോണ്ട് സ്വാഭാവികമായിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞപ്പോ സൂചി ഊരിപ്പോയി. അത് കഴിഞ്ഞ് ഈ കയ്യുമ്മ ഒരു കറുത്തപാട് വന്നു. പിന്നെ ഈ കൈ ആകെ വീർത്തു, ആകെ നീര് പോലെ. പിന്നെ എന്റെ ബോധം പോയി. തെമ്മാടത്തിനൊന്ന് ഒരിക്കൽ പറഞ്ഞാൽ മതിയോ? ഇവിടെ എന്താ ചോദിക്കാൻ പറയാനോ ആളില്ലേ? ശനിയാഴ്ച ഞാൻ പോയി, മോനെ ബോധമില്ലാണ്ട് കിടക്കായിരുന്നു. അപ്പൊ ഞാൻ സിസ്റ്റർമാരോട് ചോദിച്ചാൽ എന്താ എന്റെ മോനെ സംഭവിച്ചതെന്ന്. അപ്പൊ അവര് പറഞ്ഞു ഡോക്ടർമാരോട് ചോദിക്കാൻ. ഡോക്ടർമാരെ ഞാൻ പോകുമ്പോഴേക്കും ഡോക്ടർമാർ വാർഡിന്ന് പോയി. പിന്നെ ഡോക്ടറെ കാണാൻ എനിക്ക് പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ അന്ന് വൈകുന്നേരം ഒരു ചെറിയ ഡോക്ടർ വന്നിട്ട് ഇതൊക്കെ കെട്ടിപ്പൂട്ടി നല്ല നീരായിരുന്നു. ഇതൊക്കെ അവിടെ വെച്ച് സംഭവിച്ചതാ, നീരായിരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു അമ്മ തന്നെ നിൽക്കാൻ പറ്റില്ല, ഒരാളെയും കൂടി വരണം, സനൂപിന്റെ നില അവസ്ഥ മോശമാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചാൽ എന്തുകൊണ്ട് മോശം, അതൊന്നും എനിക്കറിയില്ല, ഡോക്ടർമാര് നാളെ വരുമ്പോ ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. നിനക്കതൊക്കെ എങ്ങനെ സാധിക്കുന്നത്? പിറ്റേ ദിവസം 2-3 ഡോക്ടർമാര് വന്നിട്ട് വേഗം അവിടെ തന്നെ ആ ചെറിയ ICU മാറ്റി എന്റെ മോനെ. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോ സ്കാനിങ്ങിനെ, തലയുടെ സ്കാനിങ്ങിനെ കയറ്റി. അത് കഴിഞ്ഞിട്ട് വലിയ ICU മാറ്റി. പിന്നെ എന്നെ കാണിക്കാറില്ല, 1/2 മണിക്കൂർ നേരം പിന്നെ എന്നെ കാണിക്കാറുള്ളൂ അവര്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ മിഴി തുന്നണമെന്ന് പറഞ്ഞിട്ട് ചേച്ചി, അപ്പൊ പെങ്ങളായിരുന്നു, പെങ്ങളുടെ അടുത്ത് പറഞ്ഞു ഓപ്പറേഷത്തിന് കൊണ്ടുപോയത് ഈ കൃഷ്ണമണി അടക്കം മൊത്തം എടുത്ത് കളഞ്ഞു അവര്. ഓപ്പറേഷത്തിന് കൊണ്ടുപോയത് ഈ കൃഷ്ണമണി അടക്കം മൊത്തം എടുത്ത് കളഞ്ഞു അവര്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. നോക്കൂ, ഒന്ന് ഈ പൊതുജന ആരോഗ്യ സംവിധാനം അത് അമ്പാടെ പരാജയമാണെന്ന് ഞങ്ങൾ പറയില്ല. പക്ഷേ ജയിക്കടക്കം മനസ്സിലാക്കേണ്ടത് അതൊരു ദിവസം രാവിലെ വീണ ജോർജോ അല്ലെങ്കിൽ ഇവരുടെ മുൻ മന്ത്രിയോ വന്നപ്പോ ഈ മഴുവെറിഞ്ഞ് വീഴ്ത്തി ഉണ്ടാക്കിയ സംവിധാനമല്ല. അതിൽ VS അച്യുതാനന്ദന്റെ ഗവൺമെന്റിന്റെ പങ്കുണ്ട്, നായനാറിന്റെ ഉണ്ട്, ഉമ്മൻചാണ്ടിയുടെ ഉണ്ട്, കരുണാകരന്റെ ഉണ്ട്. അത് ഒരു ഡസൻ ഗവൺമെന്റുകളുടെ സംവിധാനത്തിന്റെ ഭാഗമാണ്. പക്ഷെ നോക്കിയപ്പോൾ ഡോക്ടർ എന്താ പറഞ്ഞത്, സങ്കീർണതയാണ് ഏത് ഈ മെഡിക്കൽ നെഗ്ലിജൻസ് എന്ന് വിളിക്കാൻ പറ്റില്ല. ഏത് സങ്കീർണതയുടെ ഭാഗമാണ് എൻ്റെ അടുത്തിരിക്കുന്ന ഹർഷണയുടെ വയറ്റിൽ കത്രിക കിടക്കുന്നത്? 5 വർഷക്കാലം അവർ ആ വേദന വഹിച്ച് മലമൂത്ര വിസർജനം നടത്തുമ്പോൾ പോലും പ്രസവ സമാനമായ വേദന അനുഭവിച്ച് ആ സ്ത്രീ 3 വർഷക്കാലം സമരപ്പന്തലിട്ട് ആ സമരപ്പന്തലിലേക്ക് ഈ സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പിന്റെ മന്ത്രി എത്തിയിട്ട് ഞാൻ എല്ലാം തീർത്തു തരാം, പരിഹരിക്കാം എന്ന് പറഞ്ഞ് അവിടുന്ന് മുങ്ങിയിട്ട് പിന്നീട് അവരെ കാണാതെ അവർക്ക് 1 രൂപയുടെ സഹായം ഈ സർക്കാരിന് കൊടുക്കാൻ പറ്റാതെ പോകുന്നത് ഏത് സങ്കീർണതയുടെ ഭാഗമാണ്? അപ്പോൾ എന്തായാലും ഇവർ തന്നെ പറഞ്ഞു അവർ നടത്തിയ സമരപ്പന്തലിലേക്ക് നേരിട്ട് വന്നെത്തി, അവരോടൊപ്പമാണ് എന്ന ഐക്യദാർഢ്യം അറിയിച്ചു. പക്ഷെ ബഹുമാനായ കോൺഗ്രസിന്റെ നേതാവിന് അക്കാര്യത്തിൽ കാര്യമായ ഒരു തെറ്റിദ്ധാരണ സംഭവിച്ചിട്ടുണ്ട്. 1 രൂപ കൊടുത്തിട്ടില്ലെന്നാണ് അവർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. സമാശ്വാസ തുകയായിട്ടുള്ള 2 ലക്ഷം രൂപ ഇതിനോടകം കേരളത്തിലെ സർക്കാർ കൊടുത്തിട്ടുണ്ട്. എവിടെയാണ് ആ സർക്കാർ തന്നത് പറഞ്ഞേ? 2 ലക്ഷം പ്രഖ്യാപനം മാത്രമേ നടന്നുള്ളൂ. ആ 2 ലക്ഷം നമുക്ക് പിന്നെ പരിഹാരമല്ലാത്തത് കൊണ്ട് അതവര് വാങ്ങിയിട്ടില്ല. വാങ്ങിയില്ല. നിങ്ങളെ വൈഫിനാണ് ഇത് സംഭവിച്ചെങ്കിൽ ആ 2 ലക്ഷം വാങ്ങിയിട്ട് നിങ്ങൾ സോൾവ് ആക്കി വിടും. മദർ മോർട്ടാലിറ്റി റേറ്റ്
43% ആണ്. നമ്മുടെ നീതി ആയോഗിന്റെ കണക്കിലുണ്ട് 43%. ഇപ്പോൾ എത്രയാണ്? നമ്മൾ ആ കാര്യത്തിൽ സവിശേഷ ശ്രദ്ധ പതിപ്പിച്ചു. ഈ ട്രോമാറ്റിക് കെയർ സെന്ററുകളൊക്കെ നമ്മുടെ മെഡിക്കൽ കോളേജിൽ ആരംഭിച്ചു. അതിന്റെ തുടർച്ചയിൽ എത്രയാണ്? 43% മദർ മോർട്ടാലിറ്റി റേറ്റ് ഉണ്ടായിരുന്ന കേരളം ഇപ്പൊ പോസ്റ്റ് കോവിഡിന് ശേഷം 18-ലെത്തി. 18. ഇത് കേട്ടാൽ ഇപ്പൊ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഇവിടെ ശിശുമരണമൊക്കെ കുറയ്ക്കണം, മറ്റവർ കൂട്ടണമെന്നില്ല. നമ്മളെല്ലാ പാർട്ടികളും ചേർന്ന് മനുഷ്യരുടെ ശിശുമരണമൊക്കെ കുറയ്ക്കേണ്ടതാണ്, മാതൃമരണമൊക്കെ കുറയ്ക്കേണ്ടതാണ്. ഒരമ്മ മരിച്ചാൽ നമ്മുടെയൊക്കെ സഹോദരിയാണ്. അപ്പൊ അതിനകത്ത് അങ്ങനെ തർക്കമേ ഇല്ല. പിന്നെ ഇതിനകത്ത് ഇപ്പൊ ഇവർക്ക് പറ്റിപ്പോകുന്ന ഒരു അബദ്ധം ശാസ്ത്രീയമായി ഞാൻ പറയുകയാണ്. ഇപ്പോൾ 10ാം ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് റാങ്ക് കിട്ടി. ഇപ്പോൾ 10ാം ക്ലാസ്സിൽ ക്ലാസ് ടീച്ചർ പറയുകയാണ് ഞാൻ ടീച്ചറായിട്ട് റാങ്ക് കിട്ടിയെന്ന്. അപ്പം 10ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ അവരവിടെ സംഭവിച്ചു എന്നുള്ളതേ ഉള്ളൂ. 1ാം ക്ലാസ് തൊട്ട് പഠിച്ച ടീച്ചർമാരുണ്ട്, രക്ഷകർത്താക്കളുണ്ട്, കുട്ടി പഠിച്ചതുണ്ട്. അപ്പോൾ ഇത് എന്തെങ്കിലും ഒരു നേട്ടം വരുമ്പോൾ അതിൻ്റെ ക്ലെയിം 113 വർഷം മുമ്പ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആയുസ് തിരുവിതാംകൂർ പ്രദേശത്താണ്. അപ്പൊ ഈ അല്ല പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞ മറുപടി എനിക്കുമുണ്ട്. അപ്പൊ ഞാനത് ഒരുപാട് വർഷം പഠിച്ചിട്ട് പറയുന്നത്. അപ്പൊ നമ്മള് എല്ലാ ഗവൺമെന്റുകളും മനുഷ്യന്റെ പുരുഷായുസ് കൂട്ടാൻ കുറയ്ക്കാനായിട്ടാണ് ഇരിക്കുന്നത്. ഏറ്റവും അവസാനം പഠിപ്പിച്ച ഒരാൾ പറയുകയാണ് ഞാൻ കാരണം റാങ്ക് കിട്ടി. അതുപോലത്തെ ക്ലെയിംസ് പാടില്ല. അത് ശാസ്ത്രവിരുദ്ധമാണ്, ജനങ്ങൾ തെറ്റിദ്ധരിപ്പിക്കലുമാണ്. എല്ലാ ഗവൺമെന്റുകളും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സിസ്റ്റം ഫെയിലിയർ ആയിട്ടാണ് ഇതെപ്പോഴും കണക്കാക്കേണ്ടത്. അല്ലാതെ ഒരു ഡോക്ടറാണ് അല്ലെങ്കിൽ മറ്റാരാണ് വെച്ചതെന്നല്ല. സിസ്റ്റം ഫെയിലിയർ ആണ്, നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത്. ആ സിസ്റ്റത്തിന് റെസ്പോൺസിബിൾ ആരാണ്? ഞാൻ നേരത്തെ ചോദിച്ച പോലെ ഒരു ടീം ക്രിക്കറ്റ് കളിക്കാൻ ഇറങ്ങുമ്പോൾ അവർ ടീം തോറ്റാൽ നമ്മൾ ക്യാപ്റ്റനാണ് കുറ്റപ്പെടുത്തുക. ജയ്ക്ക് നേരത്തെ പറഞ്ഞത് സിന്ധു എന്ന് പറയുന്ന ഒരു ഡോക്ടറെ അമേരിക്കയിൽ വിട്ടു പഠിപ്പിച്ചു. അത് LDF ഗവൺമെന്റിന്റെ ഗുണം. ഏത് കോട്ടയത്ത്, അതേ കോട്ടയത്ത് ബിന്ദു എന്ന് പറയുന്ന ഒരു സ്ത്രീ തലയിൽ ഈ പറയുന്ന കെട്ടിടം ഇടിഞ്ഞു വീണ് മരിച്ചാൽ ആ കെട്ടിടം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പണിഞ്ഞത്. എന്നിട്ട് അതേ ജയ്ക്ക് പറയും ഇത് രാഷ്ട്രീയമില്ലെന്ന്. അടിപൊളിയാണ്. ഇതിൽ രാഷ്ട്രീയമുണ്ട്, ഈ ചർച്ചയിൽ രാഷ്ട്രീയമുണ്ട്. 2, നടന്ന കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യണം. കാരണം കേരളത്തിൽ നിങ്ങൾ നോക്കൂ, ഇപ്പം നിങ്ങളെടുത്ത് നോക്കിയോ എയർപോർട്ട്, നെടുമ്പാശ്ശേരി എയർപോർട്ട് അടക്കമുള്ള ഒരു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വലിയ ഫ്ലെക്സാണ് കേരളം ആരോഗ്യത്തിൽ 1ാം നമ്പർ. അതായത് കേരളത്തിന് ആരോഗ്യത്തിൽ എന്തെങ്കിലും മികവുണ്ടാകുമ്പോൾ അത് തങ്ങളുടെ നേട്ടമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിൽ അർഷന ഇരിക്കുന്നില്ലേ, ആ മോളി കൊച്ചുകുട്ടി ഇരിക്കുന്നില്ലേ, അപ്പുറം സനൂപ് ഇരിക്കുന്നില്ലേ, ഇവരുടെയൊക്കെ ഇതിനോട് ഉത്തരവാദിത്തം മുഖ്യമന്ത്രി എടുക്കണമെന്നല്ല കേരള സർക്കാർ എടുക്കണമെന്നേ. കേരളത്തിന് നല്ലത് സംഭവിച്ചാൽ അതല്ല ഞങ്ങളുടെയും, മോശം സംഭവിച്ചാൽ അതല്ല സിസ്റ്റത്തിന്റെ അല്ല മുഴുവൻ ആൾക്കാരുടെയും എന്നുള്ളൊരു ന്യായീകരണമായിട്ട് വരരുത്. ഇവിടെ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന മുഴുവൻ ആളുകളും ഒരു 35 വയസ്സ് താഴെയുള്ള ആൾക്കാരാണ്. ഈ ചെറുപ്പക്കാരുടെ ജീവിതം ഇനി എന്താ? ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോഴാണ് സനൂപ് എന്റെ മുമ്പിൽ നടന്നുകൊണ്ട് വരിക. ഞാൻ നടന്നതുപോലെ തന്നെ 2-3 വർഷം മുമ്പ് നടന്ന, അല്ലെ നമ്മളെല്ലാവരും നടന്നതുപോലെ 2-3 വർഷം മുമ്പ് നടന്ന ആളാണ് സനൂപ്. 37 വയസ്സാണ്. ഇപ്പൊ അയാൾക്ക് നടക്കണമെങ്കിൽ എന്താ? അമ്മ കൈ പിടിക്കണം. ഇതിനകത്ത് ഇവരുടെ ഈ മെഡിക്കൽ ടേംസ് പറഞ്ഞിട്ട് ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ചിടേണ്ട കാര്യം? നമ്മൾ ഫുട്ബോൾ കളിക്കുന്ന ഒരു ഡോക്ടർ ഈ ടേം അങ്ങോട്ട് പറയും, ഒരു ഡോക്ടർ ഈ ടേം അങ്ങോട്ട് പറയും. സിസ്റ്റത്തിന് പരാജയം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഈ ഇരിക്കുന്ന ഹർഷീനെ കൊണ്ട് 5 വർഷം അവർ വയറ്റിൽ കത്രിയും വെച്ചിട്ടുണ്ടെന്ന് ചെറിയ കാര്യം. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ന്യായീകരിക്കുന്ന ഏതെങ്കിലും ഒരു ഡോക്ടർ അവരുടെ ശരീരത്തിൽ 5 വർഷം ഒരു കത്രിയും വെച്ചുകൊണ്ട് നടന്നു നോക്കിയേ? 5-6 എല്ലാവർക്കും പറ്റേ. ഇവർക്ക് പറയാൻ ഇഷ്ടംപോലെ ടെക്നിക്കൽ ടേംസ് ഉണ്ടാവും. പക്ഷേ ഹർഷീനയുടെ വയറ്റിൽ 5 വർഷം ഈ കത്രിക ഇരുന്നുള്ള യാഥാർത്ഥ്യമാണ്. ഉഷ മറ്റേ നമ്മുടെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അവരുടെ വയറ്റിൽ 5 വർഷം കത്രിക ഇരുന്നു എന്നുള്ളതും മൂത്രം ഒഴിക്കാൻ നേരത്ത് മൂത്രത്തിന്റെ കൂടെ ചോര പോയി എന്നുള്ളത് സത്യമാണ്. അതിനെന്താ പ്രതിനിധി? ഈ കുട്ടിക്ക് അത്ര 9 വയസ്സുണ്ട്, വിനോദിനി 9 വയസ്സുണ്ട്. ആ കുട്ടിക്ക് എന്താണ്? ഇവിടെ ഒരു ഡോക്ടർ മാത്രം അതിനകത്ത് പറഞ്ഞു കുട്ടിക്ക് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ചിട്ട് കൈയുടെ കാര്യം ചെയ്യാമെന്ന് പറഞ്ഞു. ബാക്കി സനൂപ് ആയിക്കോട്ടെ, അവിടെ ഇരിക്കുന്ന ഇവരുടെയൊക്കെ അവസ്ഥ എന്താണ്? ഇതിനെ നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യണം. അതിനകത്ത് ഈ ടെക്നിക്കൽ ടൈം പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. അടുത്ത കാര്യം, ഇതിനകത്ത് ഇത്രയും കാലം കേരളത്തിലെ പിണറായി വിജയൻ അല്ലെങ്കിൽ നമ്മുടെ LDF ഗവൺമെന്റിന്റെ ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണെങ്കിൽ ഇതിന്റെ ഉത്തരവാദിത്തം കൂടി ഏറ്റെടുക്കണമെന്നേ. പിന്നെ ഇന്ത്യയുമായി ഇവരുടെ എല്ലാവരുടെയും പ്രശ്നമാണ്. ഞാൻ പൊളിറ്റിക്സ് പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ല. ഇന്ത്യയുമായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. 140 കോടി ജനമുണ്ട്. അത് ഇവർ ഒരിക്കൽ ഭരിച്ച് വെസ്റ്റ് ബംഗാളും ത്രിപുരയൊക്കെ എവിടെയാണ്? വെസ്റ്റ് ബംഗാളിൽ എത്രയൊക്കെ ഒന്ന് പറഞ്ഞേ. ഈ ത്രിപുരയിൽ എത്രയാന്ന് പറഞ്ഞ് കേരളത്തിൽ ടോപ്പിക്കിൽ നിന്ന് പുറത്തേക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ കേരള രൂപീകൃതം 56 കേരളത്തിന് സാക്ഷരത 50% മേലെയാണ്. അന്ന് ഈ രാജ്യത്തിന്റെ മുഴുവൻ ആവറേജ് സാക്ഷരത എന്ന് പറയുന്നത് 20-30 ഉള്ളൂ. അപ്പൊ ആ കാലം തൊട്ടേ നമ്മൾ പല കാര്യത്തിലും മുമ്പിലാണെന്നേ. ഇത് മലയാളികൾ എന്തെങ്കിലും കുറച്ച് പഠിച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് ആരോഗ്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരുടെ ലൈഫ് എക്സ്പീരിയൻസ് കൂടുതലാണെങ്കിൽ അതെല്ലാം ഞങ്ങളുടെയാണെന്ന് പറഞ്ഞ് വരുന്ന പൊളിറ്റിക്സ് പറഞ്ഞാൽ ഇവിടെയും പൊളിറ്റിക്സ് പറയേണ്ടി വരും. നല്ല കാര്യം വരുമ്പോ 1ാം സ്ഥാനം വരുമ്പോ മന്ത്രിക്ക് പോയി അവാർഡ് വാങ്ങാമെങ്കിൽ മനുഷ്യർ മതിലിഞ്ഞ് വീണ്, ആശുപത്രി മതിലിഞ്ഞ് വീണ് മരിച്ചാൽ അതിന്റെ ഉത്തരവാദിത്തം മന്ത്രി. അങ്ങനെ നല്ലൊരു ലീഡർ എന്താണ്?
എല്ലാ പരാജയങ്ങൾക്കും ഉത്തരവാദി ഞാനാണ്, എല്ലാ നേട്ടവും എൻ്റെ ടീമിൻ്റെ വകയാണ്, അങ്ങനെയാണ് പറയേണ്ടത്. കേരളത്തിൽ ആയുർദൈർഘ്യം ഏറ്റവും കൂടുതലാണ് അല്ലെങ്കിൽ ശിശുമരണനിരക്ക് ഏറ്റവും കുറവാണെന്ന് പറഞ്ഞാൽ അവാർഡ് വാങ്ങിക്കുമ്പോൾ അവാർഡ് വിളിച്ചു കൊടുക്കേണ്ട ആശാവർക്കർക്കാണ്. അവർ ഗ്രൗണ്ടിൽ പണി ചെയ്യുന്നതിൻ്റെയാണ് ഈ മന്ത്രിക്ക് കൈയടി കിട്ടുന്നത്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.